ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നാം ഏവൻഗേലിയോനായിട്ട് വായിച്ച വേദഭാഗം ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് കമൻസിങ് ഫ്രം 39 through 45. ഞാൻ ഏവൻഗേലിയോനായിട്ട് വായിച്ചത് കൊണ്ട് അതൊരു പ്രാവശ്യം കൂടെ വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇന്ന് മുതൽ 25 നോമ്പ് ആരംഭിക്കുന്ന ദിവസമാകുന്നല്ലോ. പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും സമയങ്ങളാകുന്നു ഈ സമയങ്ങൾ. ഇന്നത്തെ പ്രത്യേക ധ്യാനത്തിനായി സഭ നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക വിഷയം മീറ്റിംഗ് ഓഫ് വെർജിൻ മേരി ആൻഡ് എലിസബത്ത്. കന്യകമറിയയും എലിസബത്തും തമ്മിലുള്ള സംഗമവും അവരുടെ കൂടിക്കാഴ്ചയിൽ വെളിവാകുന്ന ചില പ്രത്യേക അനുഭവങ്ങളുമാണ് നാം ഇന്ന് നമ്മുടെ ധ്യാനത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. കന്യകമറിയ ഗബ്രിയേൽ ദൂതനിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതിന് ശേഷം അവളുടെ ചാർച്ചക്കാരത്തി എലിസബത്ത്, മച്ചിയായിരുന്ന എലിസബത്ത് 6 മാസം ഗർഭിണിയാണ് എന്ന് കേട്ട് ദൂരെ അവൾ പാർക്കുന്ന ഇടത്തേക്ക് പോയി അവളുടെ ഭവനത്തിലെത്തി അവളെ കാണുകയും വന്ദനം ചെയ്യുകയും അങ്ങനെ അവരുടെ മീറ്റിങ്ങിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഏവൻഗേലിയോനായിട്ട് വായിച്ച വേദഭാഗത്ത് വായിച്ചത്. അവരുടെ കൂടിക്കാഴ്ചയിൽ വെളിവായ ചില പ്രത്യേക അനുഭവങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. പ്രധാനമായും 4 കാര്യങ്ങൾ ഞാൻ ഇന്ന് എൻ്റെ ഈ പ്രസംഗത്തിൽ വിഷയീഭവിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു സേ 3-4 experiences in their meeting. First one, mutual acceptance, പരസ്പര അംഗീകാരം. Second thought, mutual joy, പരസ്പര സന്തോഷം. Third one, mutual encouragement, പരസ്പര പ്രോത്സാഹനം. And fourth one, mutual faith, പരസ്പര വിശ്വാസം. ഒന്നാമത്തെ ചിന്ത മ്യൂച്വൽ അക്സെപ്റ്റൻസ്, പരസ്പര അംഗീകാരം. ഒരാൾ ഒരു വൃദ്ധയാണ്. വൺ പേഴ്സൺ ഈസ് ആൻ ഓൾഡ് വുമൺ ആൻഡ് അനദർ ഈസ് എ വെർജിൻ. ഒരാൾ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ആളാണ്. വൺ പേഴ്സൺ ഹാഡ് എ ഗുഡ് ലെഗസി ആൻഡ് വൈഫ് ഓഫ് എ പ്രീസ്റ്റ് ആൻഡ് അനദർ പേഴ്സൺ വാസ് ആൻ ഓർഡിനറി ഗേൾ ബട്ട് engaged her wedding with a man of a royal family, ജോസഫ്. അങ്ങനെയുള്ള അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, they were disgraced in the sight of the people. ലോകത്തിൻ്റെ മുമ്പിൽ നിന്ദിക്കപ്പെട്ടവരായിരുന്നു അവരെന്ന് ഒരു പക്ഷേ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ എലിസബത്ത് തന്നെ പറയുന്നുണ്ട്, എനിക്ക് മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന നിന്ന, ഡിസ്ഗ്രേസ്, അത് മാറ്റാൻ ദൈവം എന്നെ കടാക്ഷിച്ച നാളിൽ എന്ന് പറയുന്നു. അതുകൊണ്ട് ലോകപ്രകാരം വാർദ്ധക്യത്തിൽ ഗർഭിണിയായ എലിസബത്ത് എന്ന് പറയുമ്പോൾ അവൾ ജീവിതത്തിൽ അതുവരെയും അനുഭവിച്ച നിന്ദയുടെ അനുഭവങ്ങളുണ്ട്. ലോകർ അവളെ മച്ചി എന്ന് മുദ്രകുത്തി നിന്ദിച്ച അനുഭവമുണ്ട്. കന്യാമറിയത്തിൻ്റെ അനുഭവമാകട്ടെ, അവൾ കന്യകയായിരിക്കുമ്പോൾ വിവാഹത്തിന് മുൻപേ ഗർഭവതിയാകുന്നു എന്നുള്ളൊരു അനുഭവമുണ്ട്. സോ ഇൻ എ സെൻസ് വി ക്യാൻ സീ ദാറ്റ് ബോത്ത് വെയർ ഡിസ്ഗ്രേസ്ഡ് ഇൻ ദ സൈറ്റ് ഓഫ് ദ വേൾഡ് ബട്ട് they were become the graceful people in the sight of the Lord. When the grace of God showered upon them, they became the graceful persons. കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ നിഴലിട്ടപ്പോൾ അവരുടെ നിന്ദകൾ മാറുന്നതും അവർ ദൈവിക രക്ഷാപദ്ധതിയിൽ പങ്കാളികളാകുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇങ്ങനെ ഉള്ള 2 പേരാണ് ഒരുമിച്ച് കണ്ടുമുട്ടുന്നത്. അവർ പരസ്പരം അംഗീകരിച്ചു എന്നുള്ളതാണ് അവരുടെ കണ്ടുമുട്ടലിൻ്റെ ഏറ്റവും സുപ്രധാനമായ സവിശേഷത. മ്യൂച്വൽ അക്സെപ്റ്റൻസ്. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ പല രീതിയിലുള്ള ജനങ്ങളുണ്ട്. ചിലർ നിന്ദിക്കപ്പെട്ടവർ കാണും, ചിലർ പരിഹസിക്കപ്പെട്ടവർ കാണും, ചിലർ വേദനകൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർ കാണും,
ചിലർ പുറമേ ചിരിച്ചാലും ഉള്ളിൽ നെരിപ്പോട് പോലെ നീറുന്ന അനുഭവമായിരിക്കും. ചിലർ കാണുമ്പോൾ ഇച്ചിരി കാർക്കശ്യക്കാരാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഉള്ളിൽ പളുങ്ക് പോലുള്ള സ്വഭാവമുള്ളവരായിരിക്കും. ചിലർ ജീവിത അനുഭവങ്ങളുടെ നടുവിൽ ദുഃഖിക്കപ്പെട്ടവരും വേദനപ്പെട്ടവരും ചതച്ചരയ്ക്കപ്പെട്ടവരുമായിരിക്കും. അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ജീവിതത്തിൽ ഏത് നിലയിൽ ഒരു മനുഷ്യനാണെങ്കിലും ആർ യു റെഡി ടു അക്സെപ്റ്റ് ദം ആസ് ദേ ആർ? അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ എന്നുള്ളതാണ് ഇത് നമ്മളെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ ആശയം. എലിസബത്തും മേരിയും കണ്ടുമുട്ടിയപ്പോൾ ഒരുപക്ഷെ ലോകരുടെ മുൻപാകെ അവർ നിന്ദിക്കപ്പെട്ടവരായിരിക്കാം. ലോകരുടെ മുൻപാകെ അവരെ പലരും പല കണ്ണുകളോടുകൂടിയായിരിക്കാം കാണുന്നത്. എന്നാൽ അവർ രണ്ടുപേരും അവരുടെ ഭാരം ഇറക്കി വെച്ച് അല്പനേരം കണ്ട് സംസാരിച്ച് ആശ്വാസം പങ്കിട്ടു എന്നുള്ളതാണ് അവരുടെ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ചുറ്റുപാടിൽ മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവരോട് ചേർന്ന് ജീവിപ്പാനും ദൈവം നമ്മളെ ക്രിസ്മസ് കാലയളവിൽ സഹായിക്കട്ടെ. രണ്ടാമത്തെ ചിന്തയാണ് മ്യൂച്വൽ ജോയ്, പരസ്പര സന്തോഷം. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച സന്തോഷത്തിൻ്റെ തിര തല്ലുന്ന ഒരനുഭവമാണ്. സന്തോഷത്തിൻ്റെ ആനന്ദത്തിര അവരുടെ ഉള്ളങ്ങളിൽ തല്ലുന്ന ഒരനുഭവമാണ് നമ്മളവിടെ കാണാനായിട്ട് സാധിക്കും. They were filled with the joy and they experienced the real waves of joy. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയത്തില്ലേ, വൈബ് എന്നൊക്കെ പറയത്തില്ലേ? അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ വൈബ്, ഒരു സന്തോഷത്തിൻ്റെ ആനന്ദത്തിര അവരുടെ ഉള്ളിൽ തിര തല്ലുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവിടെ എലിസബത്തും മറിയയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ മറിയ എലിസബത്തിനെ വന്ദനം ചൊല്ലുമ്പോൾ അവളുടെ ഗർഭത്തിലുള്ള ശിശു തുള്ളുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബേബി ലീപ്ഡ് ഇൻ ഹെയർ വൂംബ്. എന്താണിത് അർത്ഥമാക്കുന്നത്? കണ്ണിന് കാണാൻ പാടില്ലാത്ത അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് പ്രിയപ്പെട്ടവരെ ചില വാക്കുകളും ചില ഇടപെടലുകളുമൊക്കെ. യഥാർത്ഥത്തിലുള്ള സന്തോഷം വി കനോട്ട് സീ ദ ജോയ്, ബട്ട് വി ക്യാൻ സീ സം എക്സ്പ്രഷൻസ് ഓഫ് ജോയ് ഇൻ അവർ ലൈഫ്. വെൻ സം പീപ്പിൾ സേ എ കമൻറ്റ് അബൌട്ട് others, they can create joy, the real joy in their heart. When some people come and comfort others, they can experience the real joy in their heart. So through our words, through our presence, we can share the real joy to others. ജോയിയെക്കുറിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജീസസ് ഫസ്റ്റ്, അതേഴ്സ് സെക്കൻഡ് ആൻഡ് യു അറ്റ് ലാസ്റ്റ്. ദാറ്റ് ഈസ് ദ വേർഡ് ജോയ്. മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ കരുതി നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വാക്കിനാലും പ്രവൃത്തിയാലും സന്തോഷം കൊടുക്കാനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവളുടെ ഉള്ളിൽ കിടന്ന ശിശു തുള്ളിയെന്ന് പറയുമ്പോൾ ആ നിർവചനീയമായ ആനന്ദം അത് ഒരു ഡിഫൈൻ ചെയ്യാനായിട്ട് സാധ്യമല്ല. അൺഡിഫൈനബിൾ ജോയ് ഇൻ ഹെർ ഹാർട്ട് ഹി എക്സ്പീരിയൻസ്ഡ്. നാം ആയിരിക്കുന്ന ഈ ചുറ്റുപാടുകളിൽ, ക്രിസ്മസിലേക്ക് ഒക്കെ നാം നടന്നെടുക്കുന്ന ഈ ചുറ്റുപാടുകളിൽ എൻ്റെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം പകരുവാൻ, ഞാനുമായിട്ട് ഇടപെടുന്നവർക്ക് ആഹ്ലാദം പകരുവാൻ വാക്കുകൊണ്ട്, സാന്നിധ്യം കൊണ്ട്, ചിന്ത കൊണ്ട് മറ്റുള്ളവരുടെ ഉള്ളിൽ ആനന്ദ തിര തല്ലിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. മൂന്നാമതായി മ്യൂച്വൽ എൻകറേജ്മെൻറ്റ്, പരസ്പരമുള്ള പ്രോത്സാഹനം. അവരുടെ ജീവിതത്തിൽ പരസ്പരം അവർ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അവർ ദുഃഖിതരാണ്, തുല്യ ദുഃഖിതരാണ്. എന്നാൽ അവർ അന്യോന്യം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വളരെയധികം ലെഗസി അവകാശപ്പെടാവുന്ന എലിസബത്ത് മേരിയോട് പറയുകയാണ്, നീയാണ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടത്. യു ആർ ബ്ലസ്ഡ്. നിൻ്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. അതെന്താണ് അർത്ഥം? എൻ്റെ മോനേക്കാട്ടിലും നിൻ്റെ മോൻ അനുഗ്രഹിക്കപ്പെട്ടത് എന്നുള്ളതാണ് വലിയൊരു കാര്യം നമുക്കവിടെ പറയാൻ സാധിക്കുന്നത്. എൻ്റെ ഗർഭഫലത്തേക്കാൾ നിൻ്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പറയുന്നു. കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? യു ആർ ബ്ലസ്ഡ്. ദേ എൻകറേജ്ഡ് ഈച്ച് അതർ. മേരി എത്ര ദൂരം യാത്ര ചെയ്താണ് ഈ ഒളിച്ചു പാർക്കുന്ന എലിസബത്തിനെ കാണാൻ പോയത്. അങ്ങനെ കാണാൻ പോയത് തന്നെ അവരുടെ ആ സ്നേഹത്തിൻ്റെ ആഴം വിശദീകരിക്കുന്ന ഒരനുഭവമാണ്. ദേ വെയർ എൻകറേജ്ഡ് ഈച്ച് അതർ. അവർ അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്നു. അവർ പറയുന്നു, നീയാണ് അനുഗ്രഹിക്കപ്പെട്ടത്. ഇങ്ങനെ മറ്റുള്ളവരെ അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ, സാഹചര്യങ്ങളിൽ, അവസ്ഥയിൽ
അംഗീകരിക്കാനായിട്ട്, എൻകറേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ? നമുക്കവരെ നല്ല വാക്കുകൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കുമോ? നമ്മുടെ ഇടവകയിൽ ദൈവത്തെ ആരാധിക്കുന്ന വളർന്നു വരുന്ന പ്രിയപ്പെട്ടവരെ എൻകറേജ് ചെയ്ത് മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നാം ശ്രമിക്കുന്നുണ്ടോ? അന്ത്രയാസ് അങ്ങനെയാണ്. ഒരു ചെറിയ ബാലൻ്റെ കയ്യിൽ സാധ്യത കണ്ടപ്പോൾ അവനെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരികയാണ്. അന്ത്രയാസ് തൻ്റെ സഹോദരനെ യേശു കർത്താവിന് പരിചയപ്പെടുത്തുന്നതും അങ്ങനെയാണ്, മുൻപന്തിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഈ എലിസബത്ത് തൻ്റെ മകനായ യോഹന്നാനെ ഗർഭത്തിലിട്ടുകൊണ്ട് ഈ നല്ല ഗുണം ചെയ്തപ്പോൾ അവൾക്ക് ജനിച്ച മകൻ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? അവൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒരിക്കൽ വഴിയിൽ നിൽക്കുമ്പോൾ, യേശു അതുവഴി നടന്നു പോകുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, ഹിയർ ദ ലാംബ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഇത്. അത് കേട്ടുടനെ കൂടെ നിന്ന ശിഷ്യന്മാർ ഈ യേശുവിൻ്റെ പിന്നാലെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ ഗുണം എവിടുന്ന് കിട്ടി? തന്നെ ഗർഭത്തിലിട്ടുകൊണ്ട് തൻ്റെ അമ്മ പ്രകടിപ്പിച്ച ഗുണമാണ് ആ മകന് കിട്ടിയത്. അതുകൊണ്ടാണ് യോഹന്നാൻ പ്രഘോഷിക്കുന്നത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാട്ടിലും ബലമേറിയവൻ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ്റെ പാത നിരപ്പാക്കിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കി ഞാനോ കുറയണം അവനോ വളരണം എന്നുള്ള വിനയഭാവത്തോടെ താഴ്മയുടെ വേഷം ധരിച്ച് യോഹന്നാന് ശുശ്രൂഷ ചെയ്യാനായിട്ട് പ്രാപ്തി എന്തുകൊണ്ടാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ, തന്നെ ഗർഭത്തിലായിരിക്കുമ്പോൾ അമ്മ പ്രകടിപ്പിച്ച സദ്ഗുണം ജീവിതത്തിൽ അതേപടി കാണിക്കുവാൻ യോഹന്നാൻ ഇടയായി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, as we are living in this world, there are so many chances are awaiting us. Are you ready to encourage others for the sake of, for the glory of the God? Let us reflect God's love through our words and as well as our action. Are you ready to reflect the real love of God to the surroundings? ശാന്തമായിട്ടും ചിന്തിക്കണം. പരസ്പരം പ്രോത്സാഹിപ്പിച്ച് നമുക്ക് ദൈവമക്കളായിട്ട് വളരാനായി ഈ ക്രിസ്മസ് നാളുകൾ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവസാനമായിട്ട് ഒരു ചിന്തയോടെ പങ്കുവെച്ച ഈ ലഘുധ്യാനം അവസാനിപ്പിക്കട്ടെ. മ്യൂച്വൽ ഫെയ്ത്ത്, പരസ്പര വിശ്വാസം. അവർ കർത്താവിൻ്റെ അപരിമേയമായ കൃപയിലും കരുണയിലും വിശ്വസിച്ചവരാണ് അവർ. കന്യാമറിയെക്കുറിച്ച് പറയുന്നതാണ്, എന്തുവാണെന്നറിയാം, യു ഫേവേർഡ് വൺ എന്നാണ്. ഗ്രീറ്റിംഗ്സ് യു ഫേവേർഡ് വൺ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നാണ് ദൈവദൂതൻ പറയുന്നത്. എലിസബത്തിന് മറ്റുള്ളവർ നിന്ദിച്ച് പരിഹസിച്ചൊക്കെ ഇട്ട കാലയളവിൽ വാർദ്ധക്യത്തിൽ ഗർഭവതിയാകണമെങ്കിൽ അത് ദൈവകൃപയല്ലാതെ മറ്റെന്താണ്? അത്രമാത്രം ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ വിശ്വാസം മുറുകെ പിടിച്ചു പോയ ഒരാൾക്ക് മാത്രമേ നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും നടുവിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനും നിങ്ങളും യഥാർത്ഥത്തിലുള്ള വിശ്വാസം ദൈവം മുൻപാകെ പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും അനേകം പേർക്ക് അനുഗ്രഹകരമായി നമ്മുടെ ജീവിതങ്ങളെ ഉപയോഗിക്കുകയും കർത്താവ് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആർ യു റെഡി ടു സബ്മിറ്റ് യുവർ സെൽഫ് to proclaim the good news to the surroundings? Are you ready to be a channel of God to share His gospel to the surroundings? നമ്മൾ റെഡിയാണോ? കർത്താവെ, എന്നെ നീ ഉപയോഗിക്കുക, നിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഘോഷകനായി എന്നിൽ കൂടെ സുവിശേഷം മറ്റുള്ളവരറിയുവാൻ, എൻ്റെ വാക്കിലൂടെ എൻ്റെ ഇടപെടലിലൂടെ മറ്റുള്ളവരറിയുവാൻ ദൈവമേ എന്നെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് നമുക്ക് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധ്യമാകുമോ? അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു വിശ്വാസമുണ്ടായിരിക്കണം, ദൈവത്തോടുള്ള ഒരു വിശ്വാസം, അതിലുപരി പരസ്പര ഒരു വിശ്വാസം. ഒരുവനൊരുവനെ വിശ്വസിച്ച്, ഒരുവനൊരുവനെ സ്നേഹിച്ച്, ഒരുവനൊരുവൻ്റെ ബലഹീനതകളെ മനസ്സിലാക്കി നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായിട്ട് തീരും. അവർ തമ്മിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടായിരുന്നു, ഒരു വിശ്വാസം. എനിക്കെന്തും പറയാൻ പറ്റുന്ന ഒരാൾ, ഒളിച്ചു പാർക്കുന്ന ഒരാൾക്ക് എൻ്റെ മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരാൾ. ഇങ്ങനെ നമ്മളെ മറ്റുള്ളവർക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ? നമ്മുടെ അടുക്കൽ അവരുടെ ഹൃദയം തുറന്നാൽ, ഇല്ല ഇന്ത്യ ടുഡേ പോലെ അടിച്ച് 100 കോപ്പി വിതരണം ചെയ്യുന്നവരാണോ നമ്മൾ? അതോ ആർക്കും കോൺഫിഡൻസായി എന്തും നമ്മളോട് പറയാനായിട്ട് സാധിക്കുമോ? അങ്ങനെ ഒരു നല്ല അനുഭവമാണോ നമ്മൾ? അങ്ങനെയുള്ളവരെ നമ്മളോട് ദുഃഖങ്ങൾ പങ്കുവയ്ക്കുകയുള്ളൂ, അല്ലെങ്കിൽ അല്ലാത്തവർ നമ്മളോട് ദുഃഖം പങ്കുവയ്ക്കുകയില്ല. അവരുടെ ദുഃഖങ്ങളെ അവരുടെ ദുഃഖങ്ങളാക്കി, അവരുടെ നിന്ദകളാക്കി, അവരുടെ വേദനകളെ ആരും അറിയാതെ ഉള്ളിൽ സൂക്ഷിച്ച്
വിശ്വാസത്തോടെ ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിപ്പാൻ നമുക്ക് സാധിക്കുമോ? ഈ മേരിയിലും എലിസബത്തിലും അങ്ങനെ ഒരു ബോണ്ട് റിലേഷൻഷിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലുപരി തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ള വിശ്വാസവും അവർക്കുണ്ടായിരുന്നു. ഈ ക്രിസ്മസ് കാലയളവിൽ എലിസബത്തിൻ്റെയും മേരിയുടെയും സംഗമം, ദ മീറ്റിംഗ് ഓഫ് വെർജിൻ മേരി ആൻഡ് എലിസബത്ത്, ചലഞ്ചിങ് അസ് ടു ഫോളോ സർട്ടൻ ഗുഡ് ക്വാളിറ്റീസ് വിച്ച് റിഫ്ലക്റ്റഡ് ഇൻ ദെയർ ലൈഫ്. നമ്മളത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ദൈവം നമ്മളെ വെല്ലുവിളിക്കുകയാണ്. 4 കാര്യങ്ങളാണ് ഞാൻ അവരുടെ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത്. മ്യൂച്വൽ അക്സെപ്റ്റൻസ്, പരസ്പര അംഗീകാരം; മ്യൂച്വൽ ജോയ്, പരസ്പരമായിട്ടുള്ള സന്തോഷം; മ്യൂച്വൽ എൻകറേജ്മെൻറ്റ്, പരസ്പര പ്രോത്സാഹനം; ആൻഡ് മ്യൂച്വൽ ഫെയ്ത്ത്, അവർ തമ്മിലുള്ള വിശ്വാസവും അതിലുപരി വഴി നടത്തുന്ന അപരിമേയമായ ദൈവത്തിൻ്റെ കൃപയിലുള്ള വിശ്വാസവും. ഇപ്രകാരമുള്ള നല്ല ഗുണങ്ങളോടെ ഈ ക്രിസ്മസ് കാലയളവിൽ കർത്താവിനെ ഉള്ളിൽ സ്വീകരിക്കുവാനും രക്ഷയുടെ ചാലകങ്ങളായി, സുവാർത്ത ദൂതികളായി, ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരായി, സമാധാന പ്രാവുകളായി ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനം അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ മിസ്സസ് വത്സല മാത്യൂസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു.